യോഗ്യതയില്ലാത്ത ആളുകളെ എന്ത് അടിസ്ഥാനത്തിലാണ് നോമിനേറ്റ് ചെയ്തത് എന്ന ചോദ്യം ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുകയാണെങ്കിൽ അത് ഗവർണർക്ക് ഒരു വലിയ തിരിച്ചടിയാകും. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തിരിച്ചടികൾ ഓരോന്നായി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കേരള സർവകലാശാലയിൽ തന്നെയാണ്. സർവകലാശാലയിലെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് സെനറ്റിലേക്ക് 4 ABVP പ്രവർത്തകരെ നേരത്തെ ചാൻസലർ കൂടിയായ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ മറ്റു വിദ്യാർത്ഥികൾ കോടതിയെ സമീപിക്കുകയും കോടതി നാമനിർദ്ദേശം താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് മതിയായ യോഗ്യതയുണ്ടോ, എന്താണ് ഇക്കാര്യത്തിൽ നിലപാട് എന്ന കാര്യം അറിയിക്കാൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ രജിസ്ട്രാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ പറയുന്നതനുസരിച്ച് നോമിനേറ്റ് ചെയ്ത 4 ABVP പ്രവർത്തകർക്കും ഇതുമായി ബന്ധപ്പെട്ട യോഗ്യത ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ABVP പ്രവർത്തകരുടെ പേരും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കുമ്പോൾ അഭിഷേക് ഡി നായർ എന്ന് പറയുന്ന ഹ്യൂമാനിറ്റീസിലെ ഒരു വിദ്യാർത്ഥിയാണ് ഗവർണർ ആദ്യമായി നോമിനേറ്റ് ചെയ്യുന്നത്. SL ധ്രുവിൻ സയൻസ് ബാച്ചാണ്, മാളവിക ഉദയൻ ഫൈൻ ആർട്സ് ആണ്, സുധി സുധൻ സ്പോർട്സ് എന്നിവരെയാണ് ചാൻസലർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരൊക്കെ തന്നെ ABVP പ്രവർത്തകരാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പരാതി നൽകുകയും തുടർന്ന് ഹൈക്കോടതി ഇതിലൊരു വിശദീകരണം ചോദിക്കുകയും ചെയ്തപ്പോൾ അതിൽ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഹ്യൂമാനിറ്റീസ്, സയൻസ്, സ്പോർട്സ്, ഫൈൻ ആർട്സ് എന്നീ ഇനങ്ങളിൽ മികവ് പുലർത്തുന്നവരുടെ പട്ടികയാണ് സർവകലാശാല നൽകിയത്. ഇതിൽ നിന്ന് ചാൻസലർ നാമനിർദ്ദേശം ചെയ്യണമെന്നാണ് ചട്ടം. ഇതനുസരിച്ച് നാമനിർദ്ദേശം നൽകാൻ 2022-23 വർഷത്തെ യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായ നന്ദകിഷോർ, വടംവലി മത്സരത്തിൽ ദേശീയ തലത്തിൽ വെങ്കലം നേടിയ PS അവന്തസൻ, BA സംഗീതത്തിൽ 1ാം റാങ്ക് നേടിയ അരുണിമ അശോക്, BSc മാത്തമാറ്റിക്സിൽ 1ാം റാങ്ക് നേടിയ TS കാവ്യ എന്നിവരെ ഉൾപ്പെടുത്തിയ ഒരു പട്ടികയാണ് തയ്യാറാക്കി ചാൻസലർ കൈമാറിയത്. എന്നാൽ ഈ പട്ടിക ഒഴിവാക്കി പകരം ABVP പ്രവർത്തകരെയാണ് ഇതിലൊഴി ചാൻസലർ നാമനിർദ്ദേശം ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചാൻസലർ നോമിനേറ്റ് ചെയ്ത ആളുകളുടെ യോഗ്യത എന്താണെന്നുള്ള കാര്യം കൂടി ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: മാളവിക ഉദയന്റെ യോഗ്യത എന്ന് പറയുന്നത് സർവകലാശാല യുവജനോത്സവത്തിൽ പങ്കെടുത്തു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളുകളുടെ യോഗ്യത എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് മാളവിക ഉദയന്റെ യോഗ്യതയാണ്. അത് അവർ സർവകലാശാലയിലെ യുവജനോത്സവത്തിൽ പങ്കെടുത്തു എന്നത് മാത്രമാണ് അവർക്കുള്ളൊരു യോഗ്യത. ഇനി ബെസ്റ്റ് ഫിസിക്സ് മത്സരത്തിൽ പങ്കെടുത്തു എന്നതാണ് സുധി സുധന്റെ യോഗ്യത. ചാൻസലർ പട്ടികയിൽ ഉൾപ്പെട്ട BA 3ാം സെമസ്റ്റർ വിദ്യാർത്ഥിയായ അഭിഷേക് ഡി നായർ 2 സെമസ്റ്റർ പരീക്ഷയും പാസ്സായത് D ഗ്രേഡ് മാത്രം നേടിയാണ് എന്നതും കൂടി എടുത്തു പറയേണ്ടതാണ്. D ഗ്രേഡ് മാത്രം നേടിയ BCA 5ാം സെമസ്റ്റർ വിദ്യാർത്ഥിയായ SL ധ്രുവിന് 1ാം സെമസ്റ്റർ പരീക്ഷയിലും C ഗ്രേഡ് ആണുള്ളത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അത്തരത്തിൽ എല്ലാവിധ മാനദണ്ഡങ്ങളും അട്ടിമറിച്ചുകൊണ്ട് കലാമേഖലയിലോ അല്ലെങ്കിൽ കായിക മേഖലയിലോ ഒന്നും പ്രഗത്ഭരല്ലാത്ത ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയായ ഗവർണർ ഇതുമായി ബന്ധപ്പെട്ടൊരു നാമനിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതാണ് വിദ്യാർത്ഥികൾ എതിർക്കുകയും അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോവുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രജിസ്ട്രാർ ഇത്തരത്തിലൊരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ABVP പ്രവർത്തകരായ അവർക്ക് അടിസ്ഥാനപരമായി കായിക മേഖലയിലോ അല്ലെങ്കിൽ കലാമേഖലയിലോ അല്ലെങ്കിൽ അവരുടെ പഠന മികവോ ഒന്നും തന്നെ ഇല്ല. അവരെയാണ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിലേക്ക് ഗവർണർ വലിയ വാശിപ്പുറത്ത് ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണിപ്പോൾ ഹൈക്കോടതിയിൽ പൊളിയാൻ പോകുന്നത്. ഇനി ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്തായാലും ഗവർണർക്കെതിരെ വിമർശനം ഉയരും എന്ന കാര്യം സംശയമില്ല. അതൊഴിവാക്കാനാണ് നേരത്തെ വൈസ് ചാൻസലർ ഈ രജിസ്ട്രാറുടെ ഈ ഒരു സത്യവാങ്മൂലത്തിൽ ഇടപെടാനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും അത് പിന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗവർണർക്ക് ഈ കേസിൽ ഇപ്പോൾ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യം സംശയമില്ല. ഇത്രയും യോഗ്യതയില്ലാത്ത ആളുകളെ എന്ത് അടിസ്ഥാനത്തിലാണ് നോമിനേറ്റ് ചെയ്തത് എന്ന ചോദ്യം ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുകയാണെങ്കിൽ അത് ഗവർണർക്ക് ഒരു വലിയ തിരിച്ചടിയാകും. എന്ന് മാത്രവുമല്ല, ഒരു ഗുണവുമില്ലാതെ ഇല്ലെങ്കിൽ അത് മാത്രമല്ല ഒരു യോഗ്യതയും ഇല്ലാത്ത കുട്ടികളെ ഇത്തരത്തിൽ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സാമാന്യമായ ഒരു മാനദണ്ഡമെങ്കിലും ഗവർണർ പാലിക്കേണ്ടിയിരുന്നു എന്നുള്ളൊരു വിമർശനം ചിലപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായാൽ പോലും ഗവർണർക്ക് അത് വലിയ നാണക്കേടായി മാറും. എന്തായാലും ABVPയുടെ പ്രവർത്തകരെ സെനറ്റിലേക്ക് കുത്തിക്കയറ്റി നിറയ്ക്കാനുള്ള ഗവർണറുടെ ശ്രമമാണ് ഇതോടുകൂടി പാഴാകുന്നത്. ഒപ്പം സർവകലാശാലയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നുമൊക്കെ തന്നെ ഗവർണർ കേൾക്കുന്ന ഒരു കനത്ത തിരിച്ചടി